ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ഐറ്റം നമ്മളിവിടെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് മറ്റൊന്നുമല്ല, റീൽസിലൊക്കെ നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, ഇൻസ്റ്റയിലൊക്കെ ഫുൾ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പുട്ട് ഐസ്ക്രീം. അപ്പോൾ ഒരുപാട് പേര് പുട്ട് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടാകും, ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാകും. എന്നാലും വീട്ടിൽ ഇതുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്തായാലും മാക്സിമം എന്താ പറയണ്ടേ, ഇത് കണ്ടിട്ട് വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യുകയും ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ, ഒന്ന് മെയിനായിട്ട് വേണ്ടത് പുട്ടുംകുറ്റിയാണ്. ഈ പുട്ടുംകുറ്റി ഒരു അരമുക്കാൽ മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കുക. ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം ഈ പുട്ടുംകുറ്റി. അതുപോലെ തന്നെ പിന്നെ വേണ്ടത്, നിങ്ങൾക്ക് എത്ര എന്താ പറയണ്ടേ മോഡൽ ഐസ്ക്രീമാണോ വേണ്ടത്, അല്ലെങ്കിൽ ഓരോ ലെയറിനും ഏത് ഫ്ലേവറൊക്കെ വേണോ അത് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ വാനിലയും സ്ട്രോബെറിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടാതെ എന്താ പറയണ്ടേ പിസ്തയോ അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്ലേവറുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ എടുത്തിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് മെയിനായിട്ട് വേണ്ടത്. അതായത് ഉണക്കമുന്തിരി ഉണ്ട്, ബദാമുണ്ട്, അതുപോലെ തന്നെ കോൺഫ്ലേക്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. അപ്പം ഇത്ര ഐറ്റംസ് ആണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പം നമുക്ക് എന്താണ് പുട്ട് ഐസ്ക്രീമിലേക്ക് പോവാം. ആദ്യം ഇങ്ങനെ ഒരു ബൗളിലോട്ട് ഞാൻ ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണേ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ഓക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങയാണല്ലോ ലെയറിൽ ഇടുക, അത് ആവി കയറാനിട്ട് ഇടുക നമ്മൾ പറയും. ഇത് അതിന് വ്യത്യസ്തമായിട്ട് നമ്മളിത് പുട്ട് ഇത് ലെയറിനായിട്ട് നമ്മളിടുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇടുന്നത്. ഓരോ പ്രാവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഇടുക, നമ്മുടെ ഫ്ലേവറുള്ള ഐസ്ക്രീമുകൾ ആഡ് ചെയ്യുക, വീണ്ടും ഇത് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുക. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു പുട്ടുംകുറ്റിയുടെ ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഏതെങ്കിലും കാരണവശാൽ താഴോട്ട് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനിത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടാൻ പോകട്ടോ. ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുവാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേറെ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ചിലർക്ക് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഈ നട്ട്സൊക്കെ വേറെ ഏത് വേണമെങ്കിലും നട്ട്സൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒരു ലെയർ ഞാനങ്ങനെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ്ങിൽ ഞാനിങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ മിക്സ് ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഐസ്ക്രീം ഇടാൻ പോവുകയാണ്. ഞാൻ ആദ്യം വാനിലയാണ് ഇടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെയർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് 2 സ്കൂപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. ആദ്യത്തെ ലെയർ. അപ്പോൾ അതൊന്ന് ഞാൻ ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഇനി അടുത്ത ലെയറായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാൻ പോവുകയാണ്. അപ്പം ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ലെയറിൽ ഞാൻ അടുത്ത ഫ്ലേവർ സ്ട്രോബെറിയാണ് ഫ്ലേവർ ആഡ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ 2 സ്കൂപ്പാണ് എടുക്കുന്നത്. ഇത് ഞാൻ ഈ തവി കൊണ്ട് തന്നെ അതൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിന് മുകളിൽ വീണ്ടും ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തു. ഇനി ലാസ്റ്റ് ലെയറാണ്. ലാസ്റ്റ് ലെയർ
അപ്പം മൂന്നാമത്തെ ലെയർ ആഡ് ചെയ്യാൻ പോവാണ്. മൂന്നാമത്തെ ലെയർ ആഡ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത വാനില ഐസ്ക്രീം തന്നെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേറെ ഐസ്ക്രീം വേറെ നിങ്ങളുടെ ഫ്ലേവർ ഏതാണോ ഫേവറേറ്റ് ഏതാണോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ എന്താണ് ഈ 2 ഐസ്ക്രീം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഏറ്റവും മുകളിലത്തെ ലെയറിൽ ഞാൻ 2 സ്കൂപ്പ് വാനില ഇടാൻ പോവാണ്. ഇതിന് മുകളിലോട്ട് എന്താ പറയണ്ടേ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുകയാണ്. ഞാൻ നമ്മുടെ പുട്ട് അല്ലെങ്കിൽ നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ ഫില്ല് ചെയ്തു. ഇത് ഞാൻ അടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡിയായി. പക്ഷെ റെഡി ആയിട്ടില്ല. ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഫ്രീസറിൽ വെച്ചിട്ട് 2-3 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് നന്നായി ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് എടുക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെന്നാൾ ഞങ്ങൾ ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര നേരത്തെ നമ്മുടെ കട്ട വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ പുട്ട് ഐസ്ക്രീം നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് കുത്തി നോക്കിയിട്ട് കാണാം. ചില്ലി ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പം നമ്മുടെ പുട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്താ പറയണ്ടേ, കുൾബാറിലൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്റ്റൈൽ ലുക്കില്ലത് കാണുന്നത്. ഇതിന് മുകളിലോട്ട് ഇനി ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. കാരണം പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാക്കേണ്ട ഒന്നും തന്നെ ഇല്ല. നമ്മളെല്ലാം വാങ്ങുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഐസ്ക്രീം നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് 2-3 മണിക്കൂർ സെറ്റാക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പോയി ട്രൈ ചെയ്യുക. ഈ സൺഡേയിലൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ കുട്ടികൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കെല്ലാം നല്ലൊരു എന്താ പറയുക പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പുട്ട് ഐസ്ക്രീമിൻ്റെ വിശേഷങ്ങൾ നിറയട്ടെ. അപ്പോൾ ബൈ ബൈ. കഴിക്കുമ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ്